ഇല്ല ഇല്ല, അതൃപ്തിയൊന്നുമില്ല. കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ. അതൃപ്തി ഒട്ടുമില്ല, തൃപ്തി കുറേ കാലമായിട്ടില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ഘട്ടത്തിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി നടന്നാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള അഭിപ്രായം? ഇതിപ്പോൾ എല്ലാം നോക്കിയാൽ ഈ എന്താ പറയേണ്ടത്, പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഓരോ തിരഞ്ഞെടുപ്പും നോക്കി പുനഃസംഘടന മാറ്റി വെച്ചത് നടക്കില്ല. അതുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണിത്. പഞ്ചായത്ത് ഇലക്ഷൻ ഈ 8 മാസം ബാക്കിയുണ്ട്, ഒരു സമയമുണ്ട്. ഇപ്പം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ല, ഞാനൊരു സ്ഥാനം ആഗ്രഹിക്കുന്നില്ല, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാർട്ടി എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുക. അതല്ലാതെ ഇന്ന സ്ഥാനം വേണമെന്നോ അങ്ങനെ വല്ല സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോകാതിരിക്കില്ലല്ലോ. എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് സ്ഥാനത്തിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മത്സരരംഗത്ത് പോലും എനിക്ക് താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കും, അത് തന്നെയുള്ളൂ. നിർണായക ഘട്ടമാണല്ലോ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. കാരണം വലിയൊരു തിരിച്ചടിയൊക്കെ ഏറ്റുവാങ്ങിയതാണ് കഴിഞ്ഞ സഭാ തെരഞ്ഞെടുപ്പ്. അപ്പം അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേതൃത്വം ഏറ്റെടുക്കണം, കൂട്ടായ നേതൃത്വം വേണ്ടേ ഈ തെരഞ്ഞെടുപ്പിന് നയിക്കാൻ? അല്ല, അതിൻ്റെയൊക്കെ ചർച്ച അവിടെ നടക്കുമല്ലോ. എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാം. അതിനിപ്പോൾ ഡൽഹിക്ക് തന്നെ പോകണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ലേ, ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമല്ലേ, അങ്ങനെയും പറയാമല്ലോ. അത് പോകണമെന്ന് അവർ പറയുകയാണെങ്കിൽ പോകും തീർച്ചയായിട്ടും. ശശി തരൂരിന് പരിഗണന കിട്ടുന്നുള്ള ഒരു വാർത്ത. അല്ല, അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. ആരെ പരിഗണിക്കണം, ആരെ മാറ്റി നിർത്തണം, അതൊക്കെ തീരുമാനിക്കാനുള്ള നേതൃത്വം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വറിയിടാവേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ദീപാദാസ് മുൻഷി നേരിട്ട് വിളിച്ചിരുന്നു. ശരിയാണ്, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അയച്ചു. അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അറിയിക്കണം, ഇതുകൊണ്ടാണ് വരാത്തത്. ഇല്ല, അതൃപ്തിയൊന്നുമില്ല. കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ. അതൃപ്തി ഒട്ടുമില്ല, തൃപ്തി കുറേ കാലമായിട്ടില്ല.